ഇന്നപ്പോൾ കർക്കിടക സംക്രാന്തിയിൽ ഒതുക്കലും പണികളൊക്കെ ആയിരുന്നു കേട്ടോ. രാവിലെ കുളി കഴിഞ്ഞെങ്കിൽ കൂടെ എനിക്ക് എന്തോ ഒതുക്കാതെയൊക്കെ ഒന്നൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളുമ്പോൾ നിറച്ച് എൻ്റെ ഒരു വർക്ക് സ്പേസാണ് ഇപ്പോൾ അത്. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ആരെങ്കിലും പെട്ടെന്ന് വിരുന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെ വെച്ചൊരു ചോറ് കൊടുക്കുന്നത്. കാരണം അതുമ്പോൾ നിറച്ച് നെറ്റിപ്പടത്തിൻ്റെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി നിറച്ച് പശയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചൊക്കെ എടുത്ത് ഒരു വിധത്തിലൊന്നൊരു ഭാഗത്തേക്കൊക്കെ സെറ്റാക്കി വെച്ചു. കാരണം എനിക്ക് പിന്നെയും അവിടെ പണിയാനായിട്ട് ഇരിക്കേണ്ടത്. അപ്പോൾ പിന്നെ ആദ്യം അവിടെ നിറയും. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഒന്ന് ഒതുക്കിയിട്ടേ കാര്യമുള്ളൂ. അത് കഴിഞ്ഞാൽ സെറ്റിയിലത്തെ കവറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ മാറ്റാനായിട്ട് എനിക്ക് പേടിയാണ് കേട്ടോ. കാരണം ഇതൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞാൽ ഒന്ന് ഉണങ്ങി കിട്ടണ്ടേ. മഴ എന്ന് പറഞ്ഞാൽ തോരാതെ നിൽക്കല്ലേ. അങ്ങനെ എല്ലാവരുടെയും ഒന്ന് വൃത്തിയാക്കി പൊടിയൊക്കെ തട്ടി അടിച്ച് തുടച്ച് ഒക്കെ വേഗമാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം കണ്ണൻകുട്ടി ഇപ്പോൾ വലിയ പ്രശ്നമില്ലാണ്ട് ഒന്ന് കിടക്കുന്നുണ്ട്. അതിനിടയിൽ കൂടെ ഞാൻ മീൻ വറുക്കാനും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കൊടകരയിലൊക്കെ ഈ ഒരു കർക്കിടക സംക്രാന്തി ഇറച്ചിയൊക്കെയാണ് കേട്ടോ മേടിക്കുക. 2-3 തരമൊക്കെ ഇറച്ചിയൊക്കെ വാങ്ങുക. അങ്ങനെയാണ് അവിടെയൊക്കെ, അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ഇറച്ചിയൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു, മീൻ വറുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ കണ്ണനിങ്ങനെ സൈഡിലേക്കൊക്കെ ചെരിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു, കരയാണോ ഈശ്വരൻ, ഞാനിങ്ങനെ പണികളിലാകുമ്പോൾ എനിക്ക് അവൻ്റെ അടുത്തേക്ക് വരാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യും വേണ്ടേ. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമം. കാരണം ഇവിടെ പണിയെടുക്കും വേണം, അവിടെ അവനെ നോക്കും വേണം. അങ്ങനെ ഞാൻ വേഗം പണികളൊക്കെ ഒതുക്കാനും ഭക്ഷണമൊക്കെ കൊടുത്ത് വന്ന് നോക്കിയപ്പോൾ ബെഡിൻ്റെ ഷീറ്റും കൂടെ ബെഡ്ഷീറ്റും കൂടെ ഒന്ന് മാറ്റാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വേഗം ബെഡ്ഷീറ്റും കൂടെ ഒന്ന് മാറ്റിയിട്ട് കണ്ണൻകുട്ടീനെ വേഗം എടുത്തുകൊണ്ട് വന്നിട്ട് റൂമിൽ കിടത്തിയപ്പോൾ അവൻ ഹാപ്പി. എല്ലാം ക്ലീനായിട്ട് പുതിയ ബെഡ്ഷീറ്റിലൊക്കെ കിടക്കുന്നതായപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി. ഞാനും ഹാപ്പി ആയിട്ടോ. അപ്പോഴേക്കും ഒരു 1-1:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിശന്ന് ആകെ കണ്ണന് ഞാൻ ഭക്ഷണമൊക്കെ എൻ്റെ ഇടയിൽ കൂടെ തന്നെ കൊടുത്തു. അപ്പോൾ എനിക്കാണെങ്കിൽ ആകെ വിശന്നിട്ട് പാടുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ണൻകുട്ടിക്ക് പിന്നെ ഇടയ്ക്കൊന്ന് നെബുലൈസും കൂടെ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വിശന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൈയും കാലൊക്കെ തളർന്നു പോകുന്നത് പോലെയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് തിരിച്ച് ചോറൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ.